അല്ല, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. അത് രമ്യമായി പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും ഞാൻ പറഞ്ഞേ, ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അല്ല, അതുകൊണ്ട് ഏതായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് ഈ കേരള ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിനാണ് മുൻതൂക്കം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു സ്വരവുമില്ല. ഞങ്ങൾ രണ്ടുപേരുടെ സ്വരം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെയും എന്റെയും സ്വരം ഒന്ന് തന്നെയാണ്. രണ്ടുപേരുടെയും അഭിപ്രായം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലൊന്നും ഒരു വ്യത്യാസം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, അന്ന് UDF യോഗം കൂടി പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി. അതിന്റെ കാരണം എല്ലാ ഘടകകക്ഷികളോടും സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ സംസാരിക്കണം. കാരണം അദ്ദേഹം ഒരു നാഷണൽ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, തൃണമൂൽ കോൺഗ്രസ്. അപ്പൊ അതിന് ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ അനുവാദം വാങ്ങണം. അങ്ങനെയുള്ള ചില ഫോർമാലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇതിനല്പം കാലതാമസം ഉണ്ടായത് എന്നുള്ളതാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. അല്ലാണ്ട് അതിനകത്ത് പ്രതിപക്ഷ നേതാവ് വ്യക്തിപരമായി ഒരു നിഷ്ഠക്കേടും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതിന്റേതായ ഒരു കാലതാമസം ഉണ്ടാകും സ്വാഭാവികമായി. അതിപ്പോ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ചില കാര്യങ്ങളിൽ അങ്ങനെ കാലതാമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് VD സതീശനെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കുക, അല്ലാണ്ട് നമ്മൾ എഴുതിയിൽ എന്നെ ഒഴിക്കുകയല്ല ആവശ്യം. രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. KC വേണുഗോപാലുമായി സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിലുള്ള നേതാവാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അതൊന്നും കാര്യമില്ല. കേരളത്തിലെ നേതാവ് തന്നെയല്ലേ KC വേണുഗോപാൽ. അതിൽ തെറ്റൊന്നുമില്ല. അല്ല, വരട്ടെ. അത് അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2-3 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ വരുന്നത് സ്വാഭാവികമാണ്. അല്ലാണ്ട് CPM-നെ പോലെയാണ്. നിങ്ങൾ CPM-ന്റെ സ്ഥാനാർത്ഥിയെ പറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. CPM-ന് സ്ഥാനാർത്ഥി ഇല്ലേ? ആരാ സ്ഥാനാർത്ഥി എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ 1-2 പേര് വരും. അത് അതിൽ നിന്ന് എല്ലാവരും ഏകണ്ഠമായ തീരുമാനമെടുത്ത് ഒരാളിനെ പ്രഖ്യാപിച്ചു. VS ജോയി അല്ലേ ഏറ്റവും മാന്യമായ നിലയിൽ അദ്ദേഹം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ VS ജോയിയുടെ ആ പ്രസ്താവനയെ ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് സ്വാഗതം ചെയ്തത്. അങ്ങനെയാണ് ഒരു പാർട്ടി നേതാവ് പറയേണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല, ആർക്കും ആഗ്രഹിക്കാം. പക്ഷെ പാർട്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. മറ്റ് ഈ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം കാണാൻ ശ്രമിക്കുക.